സോഷ്യൽ മീഡിയയിൽ താരം പിഷാരടിയാണ്. പിഷാരടി എനിക്കിഷ്ടമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കോമഡിയനാണ്, അതുപോലെ തന്നെ നല്ലൊരു നടനാണ്, അതുപോലെ തന്നെ മൂപ്പര് നല്ലൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംവിധായകനാണ്. മമ്മൂട്ടീനെ വെച്ച് മൂപ്പര് സംവിധായകൻ, ഞാൻ ഒരു പടം സംവിധാനം ചെയ്തിട്ടുണ്ട്. നല്ലൊരു പടമാണത്. മൂപ്പര് നല്ല പോലെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൂപ്പര് നല്ലൊരു ആങ്കറാണ്. എല്ലാം കൊണ്ടും ഒത്തിണങ്ങിയ ഒരു വ്യക്തിയാണ്. കാണാനും സുന്ദരനാണ്. അപ്പോൾ നമ്മുടെ മൂപ്പര് പാലക്കാട് നിൽക്കുമ്പോൾ നമ്മളൊക്കെ വിചാരിച്ചു പാലക്കാടിൽ അദ്ദേഹം ജയിക്കട്ടെ എന്നുള്ളത്. അദ്ദേഹം ജയിച്ചു, നല്ല മാർജിനിൽ ജയിച്ചു. അദ്ദേഹം നിയമസഭയിലെത്തി. ആദ്യമായിട്ട് മൂപ്പരെ കന്നിപ്രസംഗം നിയമസഭയിൽ നടക്കണം. ആ കന്നിപ്രസംഗം പലർക്കും ഇഷ്ടപ്പെട്ടില്ല. പലരും അതിനെപ്പറ്റി ട്രോളായിട്ട് ഇറക്കിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് പറയണത് എന്താണ്, നിങ്ങളെ ഈ കോമഡി കുപ്പായം നിങ്ങൾ അഴിച്ചു വെച്ചിട്ട് നിങ്ങൾ നിയമസഭയിലേക്ക് ചെല്ലുക. നിങ്ങൾ ഇന്നലെ കാണിച്ച പ്രകടനം ഞങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നിയമസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബഡായി ബംഗ്ലാവല്ല എന്നാണ് പറയുന്നത്. നിങ്ങളവിടെ ചിരിപ്പിക്കാൻ വേണ്ടി ചെല്ലണ വ്യക്തിയല്ല. നിങ്ങൾക്ക് അവിടെ ആരും ചിരിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഉത്തരവാദിത്തപ്പെട്ട കുറേ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ഒരു ഗവൺമെൻറ് ലക്ഷങ്ങൾ ചെലവ് ചെയ്തിട്ടാണ് ഒരു MLA ഉണ്ടാക്കുന്നത്. ആ MLA ജോലി എന്താണ്? നമ്മളെ സേവിക്കുക, ജനങ്ങളെ സേവിക്കുക, ജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക, ജനങ്ങൾക്ക് വേണ്ടി അവിടെ ശബ്ദം ഉയർത്തുക. നിയമസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.5 കോടി ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമാണ്. അവിടെ നിന്നാണ് നമുക്ക് അന്നം കിട്ടുന്നത്. അവിടുത്തെ ഒക്കെയാണ് നമ്മളൊരാളെ തിരഞ്ഞെടുത്ത് അയക്കുന്നത്. അവിടെ നിങ്ങളും തമാശ പറയാനോ കോമഡി കളിക്കാനോ ബഡായി ബംഗാവ് കളിക്കാനോ നിങ്ങളവിടെ പോകരുത്. അതൊക്കെ പുറത്ത് അയച്ചു വെച്ചിട്ട് വേണം അവിടെ പോകാൻ എന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് അവിടെ നിയമസഭയിൽ പല ആൾക്കാരും മുണ്ടഴിച്ച് കാണിച്ചിട്ടുണ്ട്. അവിടെയുള്ള സാധനങ്ങളൊക്കെ തല്ലി ഉടച്ചിട്ടുണ്ട്. അതൊക്കെ ജനങ്ങളുടെ കാശ് കൊണ്ടാണ് അവിടെയുള്ള ഓരോ സാധനങ്ങളും മേടിച്ചത്. ജനങ്ങൾ കൊടുക്കുന്ന ടാക്സ് കൊണ്ടാണ് നിങ്ങളെല്ലാവരും ശമ്പളം എടുക്കുന്നത്. അതൊക്കെ ആലോചിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് ചെല്ലുക. 5 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വരേണ്ടതാണ്. അപ്പോൾ എന്താ വേണ്ടേ? ഒരു ബഡ്ജറ്റ് നടന്നിരിക്കുന്നു. ആ ബഡ്ജറ്റിനെ കുറിച്ച് സംസാരിക്കുക. ആ ബഡ്ജറ്റിലുള്ള പോരായ്മകൾ സംസാരിക്കുക. അപ്പോൾ പല കാര്യങ്ങളും അവിടെ സംസാരിക്കാണ്ടായിട്ട് മൂപ്പർ അതൊക്കെ വിട്ട് കളഞ്ഞിട്ട്, പാലക്കാടുള്ള ജനങ്ങൾക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെയുണ്ട്, അതൊക്കെ വിട്ട് കളഞ്ഞിട്ട് മൂപ്പര് ബഡായി ബംഗ്ലാവാക്കി നിയമസഭയെന്നാണ് പറയുന്നത്. അതിൻ്റെ ആവശ്യമുണ്ടോയെന്നാണ് ചോദിക്കുന്നത്. ഒരു കോമഡിയനെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് വിട്ടു എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയണത്. പക്ഷെ അതൊന്നുമല്ല. നമ്മളിപ്പോൾ എന്തിനൊരു തുടക്കമാണല്ലോ. ഇപ്പോൾ നമ്മുടെ ഇന്നസെൻ്റ് നിയമസഭയിൽ പോയിട്ടുണ്ട്, ലോകസഭയിൽ പോയിട്ടുണ്ട്. മൂപ്പ് ഇഷ്ടം പോലെ തമാശ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഹിന്ദിക്കാർ വരെ അവിടെ ആഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നസെൻ്റ് തമാശ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നസെൻ്റ് പറയണ തമാശയ്ക്ക് അതിൽ ഈ ജനത്തിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും കൂടിയിട്ടുണ്ടാവും അതിൽ. ആ തമാശ മൂപ്പർ കൊണ്ട് യോജിപ്പിക്കുന്നത് അവിടെയാണ്. അപ്പോൾ എന്താണ്, അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായുള്ള തമാശകൾ കൊണ്ടുവന്നിട്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആ തമാശയെ കൂടെ മൂപ്പർ നേടിയെടുക്കുക ചെയ്യുന്നത്. അത് തന്നെയാണ് മൂപ്പർ ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയുള്ള പല കാര്യങ്ങളും മൂപ്പരത്തെ നേടിയെടുത്തിട്ടുണ്ട്, അവിടെ ഇരുന്നിട്ടുണ്ട്. അതിനിപ്പോൾ ഇന്നസെൻ്റ് മരിച്ചു. ഇന്നസെൻ്റ് ആരും സ്മാരകം ഉണ്ടാക്കാനോ പ്രതിമ ഉണ്ടാക്കാനോ നിന്നില്ല. അർഹതപ്പെട്ട ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു ചുക്കും ചുണ്ണാമ്പും കിട്ടിയില്ല. അദ്ദേഹത്തിന് ഇപ്പം മറന്ന പോലെയാണ്. അപ്പോൾ അങ്ങനെ ആയിരിക്കണം തമാശ പറയേണ്ടത് എന്നാണ് പറയണത്. അപ്പോൾ പിഷാരടി ഇനി ഇവിടെ നിങ്ങളുള്ള പ്രസംഗങ്ങൾ ഒരുപാട് കിട്ടും. 5 മിനിറ്റ് 4 മിനിറ്റ് 3 മിനിറ്റ് ചിലപ്പോൾ തല്ലുകൊടേണ്ടി വരും. ജനങ്ങൾക്ക് വേണ്ടി അവിടെ വാക്പോര് നടത്തേണ്ടി വരും. പലതും ചെയ്യേണ്ടി വരും. നിങ്ങളെ നിയമസഭാ മണ്ഡലത്തിലത്തെ പല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് പ്രയത്നിക്കേണ്ടി വരും. നിങ്ങളുടെ ആദ്യത്തെ പ്രസംഗം കേട്ട് ഞാൻ കോരിത്തരിച്ചു. കാരണം എന്താണ്, നിങ്ങൾ പറഞ്ഞാൽ എന്താ, ഞാൻ ഈ സിനിമ ഉപേക്ഷിച്ചു, ഞാൻ മിമിക്രി പരിപാടികൾ ഉപേക്ഷിച്ചു, സ്റ്റേജ് ഷോകൾ ഉപേക്ഷിച്ചു, 5 കൊല്ലം ഞാൻ നിങ്ങളുടെ ഒരു MLA ആയിട്ട് പാലക്കാട് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് വളരെയധികം നഷ്ടം സഹിച്ചുകൊണ്ടാണ് പിഷാരടി അങ്ങനെ പറഞ്ഞത്. ഈ MLAക്ക് വലിയ ശമ്പളമൊന്നുമില്ല. വളരെ 1 ലക്ഷത്തിനൊക്കെ താഴെ ശമ്പളമുള്ളൂ ആ വ്യക്തി. വളരെയധികം നഷ്ടം അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടാണ് അദ്ദേഹം ഈ MLA ആയിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റാൻഡേർഡായിട്ട് നിങ്ങൾ ബഡായി ബംഗ്ലാവ് അല്ല എന്ന് കരുതികൊണ്ട് അതൊരു ശ്രീകോവിലാണ് നിയമസഭാ മണ്ഡപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ നിങ്ങൾ തൊഴുത് നിങ്ങളവിടെ വലതുകാലം വെച്ച് കയറി നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും എന്നെനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഇതൊന്നും ഒരു പ്രശ്നമാക്കണ്ട പിഷാരടി. ഇതൊക്കെ തമാശയ്ക്ക് ആൾക്കാർ പലതും പറയും. അപ്പോൾ അതൊന്നും നിങ്ങൾ കേൾക്കണ്ട. നിങ്ങളുടെ കയ്യിൽ നല്ല
കാര്യങ്ങൾ ചെയ്തു തരാനുള്ള ഏറ്റവും വലിയ ഒരു കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണല്ലോ നിങ്ങൾ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ സലീം കുമാറിൻ്റെ പ്രതിമ നിർമ്മിക്കലല്ല നമുക്ക് വേണ്ടത്. നമുക്കവിടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്ത് ചെയ്യാം ആ 1 കോടി രൂപ കൊണ്ട് എന്ന് നമ്മൾ ചിന്തിച്ച് ആ ഒരു മെസ്സേജ് ജനങ്ങൾക്ക് കൊടുക്കണം എന്ന് നിങ്ങൾ ആ പ്രസംഗത്തിൽ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ നമുക്ക് മനുഷ്യരാണ്, ചില കോമഡികളൊക്കെ നമുക്ക് ആവശ്യമാണ്. അതുപോലെ നിയമസഭയായാലും പോലീസ് സ്റ്റേഷനായാലും ആശുപത്രി ആയാലും അതൊക്കെ നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കും. ഇത്രയുള്ളതിനെപ്പറ്റി പറയാനായിട്ട് എന്തായാലും എല്ലാ ആശംസകളും നമ്മുടെ പിഷാരടിക്ക് നൽകിക്കൊണ്ട് 5 കൊല്ലം നല്ലൊരു MLA ആയിട്ട് അയാൾ മാറും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. മുകേഷ് ഇതിനു മുമ്പ് പോയി. മുകേഷ് ഭയങ്കര കോമഡിക്കാരനാണ്, ഭയങ്കര തമാശക്കാരനാണ്. പുറത്ത് ഇല്ലാത്തതുവരെ പറഞ്ഞ് മൂപ്പര് നമ്മളെ ചിരിപ്പിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ മൂപ്പര് നിയമസഭയിൽ പോയിട്ട് ഇന്നവരെ ഒരു കോമഡി പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ. ആളവിടെ ചെന്ന് കഴിഞ്ഞാൽ അധികം സംസാരിക്കില്ല, ആളവിടെ ഇരിക്കണം. പോരാത്തതിന് 12 വർഷത്തെ MLA ആണല്ലോ, അധികം സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരിക്കും. അപ്പോൾ പിഷാരടി അങ്ങനെയല്ല, നന്നായി സംസാരിക്കുന്ന വ്യക്തിയാണ്. നന്നായി സംസാരിച്ച് ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിവുള്ള വ്യക്തിയാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ജനങ്ങൾക്ക് തിരിച്ചറിയാം. പാലക്കാട് ജനങ്ങൾ ഒരു തെറ്റും പറ്റിയില്ല എന്ന് ഞാൻ ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇത്രയുള്ള ഈ ഒരു വീഡിയോ ഇവിടെ നിർത്താം.